SSLC ഫലപ്രഖ്യാപനം വന്നപ്പോൾ സന്തോഷകരമായ ഒരു വിജയമുണ്ട്. വയനാട് ജില്ലയ്ക്ക് ആകെ സന്തോഷിക്കാൻ കഴിയുന്ന വിജയം. വയനാട് ദുരന്തത്തെ അതിജീവിച്ച മേപ്പാടി സ്കൂളിൽ 100% വിജയമാണുള്ളത്. വിവരങ്ങളുമായി ഇപ്പോൾ ജോഷില ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ജോഷില, ഒരുപക്ഷേ ഈ തിളക്കമാർന്ന വിജയം, ഫലപ്രഖ്യാപനത്തിൽ ഏറ്റവും തിളക്കമാർന്ന വിജയം തന്നെയാണ് മേപ്പാടിയിലെന്ന് പറയേണ്ടി വരുന്നുണ്ട്. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തം, വയനാട് ദുരന്തത്തെ അതിജീവിച്ച ആ കുരുന്നുകൾ വലിയ അഭിമാനത്തോടുകൂടി ആ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. എത്ര വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്? വിജയത്തിൻ്റെ രീതി എങ്ങനെയാണ്? മറ്റു കാര്യങ്ങൾ? സിജു, ദുരന്തത്തെ മറന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം എന്ന് വേണം പറയാൻ. കാരണം ആ വലിയൊരു ദുരന്തമാണ് കടന്നുപോയതെങ്കിലും അതിനെ അതിജീവിക്കാൻ, പരീക്ഷ എഴുതുമോ എന്ന് പോലും ഭയന്നിരുന്ന കുട്ടികളാണ് പരീക്ഷ എഴുതി ഇതുവരെ എത്തി ഫുൾ പാസോടുകൂടി മുഴുവൻ പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 55 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ആ കുട്ടികൾ മുഴുവനായും SSLC എന്ന കടമ്പ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇപ്പോൾ ഉള്ളത് വെള്ളാർമല സ്കൂൾ പകരം മേപ്പാടി സ്കൂളിലായിരുന്നു അവർക്ക് എല്ലാ പരിശീലനവും നൽകിയത്. മേപ്പാടി സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ വെള്ളാർമലയിലെ അധ്യാപകരും ഒക്കെ തന്നെ നമ്മുടെ കൂടെയുണ്ട്. ദിലീപ് മാഷോട് ചോദിക്കാം. ദിലീപ് മാഷും ഉണ്ണികൃഷ്ണ മാഷുമാണ് അന്ന് എല്ലാ കാര്യങ്ങൾക്കും, ദുരന്ത ഭൂമിയിൽ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും, കുട്ടികളെ പരീക്ഷാ സെന്ററിൽ എത്തിക്കുന്നത് വരെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയത്. മാഷ് എങ്ങനെയുണ്ട്? ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷിക്കുന്ന നിമിഷമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിൻ്റെ ഒരു പുതിയ മാതൃകയാണ് ഞങ്ങൾ രാജ്യത്തിന് നൽകുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 33 വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. എന്നിട്ട് പോലും ഞങ്ങൾ ആ ദുഃഖത്തിൽ നിന്നൊക്കെ നീന്തി കടന്നുകൊണ്ടും മുന്നിലെത്തി മുഴുവൻ കുട്ടികളെ ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു. ഈ 100% വിജയം എന്നുള്ളത് അവർക്കുള്ള സമർപ്പണമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. വലിയ സന്തോഷകരമായ വാർത്തയാണ്. ദുരന്തത്തെ അതിജീവനത്തിൻ്റെ വിജയം എന്ന് തന്നെയാണ് അധ്യാപകൻ പറഞ്ഞതുപോലെ. ഏതായാലും മേപ്പാടി സ്കൂളിൽ 100% വിജയം എന്ന വാർത്തയാണ് ജോഷില പങ്കുവച്ചത്.